ഒരു പെണ്ണാണ് മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ എന്നോട് എൻ്റെ ചില ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ക്വാർട്ടേഴ്സ് ലൈഫിൽ എന്താ ഇതിന് മാത്രം ഉള്ളത്? രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ പിറ്റേ ദിവസം റിപ്പീറ്റ്. വേറെ പ്രത്യേകിച്ച് എൻജോയ്മെൻറ്റിന് ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക് അവിടെ എന്ന് ചോദിക്കാറുണ്ട്. ശരിയാണ്, നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ചുമ്മാ വെറുതെ ഇരിക്കുന്നു, പണികളൊക്കെ തീർത്തിട്ട് ഇത് തന്നെ. പക്ഷെ നമ്മൾ നമ്മുടെ നാടും വീടും ഫാമിലീസും ഫ്രണ്ട്സിനെ ഒക്കെ വിട്ട് വേറൊരു നാട്ടിലോട്ട് പോകുമ്പോൾ നമുക്കവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടും. അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വൈബിന് ഒത്തുപോകുന്ന നമ്മുടെ ഒരു കംഫർട്ട് സ്പേസ് കിട്ടുന്ന ആ ഒരു സർക്കിൾ ആവണമെന്നില്ല മേ ബി. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇതുവരേക്കും നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടില്ല. കാരണം നമ്മളതുപോലെ നമ്മളൊരു എന്താ പറയുക, ഒരു ഹോം ഫീലാണ് നമ്മളെല്ലാവരും കൂടുമ്പോൾ ഉള്ളത്. പല നാടുകളിൽ നിന്ന് വന്നിട്ട് ഒരു പരിചയമില്ലാതെ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടും കൂടി ഇല്ലാതെ ഇവിടെ വന്നിട്ട് ഇത്രയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെഷ്യൽ ആവാൻ പറ്റുമോ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ വീക്കെൻഡ്സിൽ, അതായത് ഇപ്പോൾ ഒരു ശനിയാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഒക്കെ നമ്മളെല്ലാവരും കൂടാറുണ്ട്. കാരണം ഞായറാഴ്ച ദിവസം അവർക്ക് പൊതുവേ ഡ്യൂട്ടിയൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും കൂടി ആരുടെയിലൊക്കെ ക്വാർട്ടേഴ്സിൽ പല പല ദിവസങ്ങളായിട്ട് പല ശനി ഞായറും ഒക്കെ ആയിട്ട് കിട്ടുമ്പോൾ കൂടും. അവിടെ നമ്മൾ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു. നമ്മളെപ്പോഴും സ്പെഷ്യലായിട്ട് വെക്കുന്ന സാധനം ചിക്കൻ കറി, മോര് കറി, തോരൻ. ഇത് വിട്ട് നമുക്കൊരു കളിയില്ല. പിന്നെ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ലൈഫല്ല ഇവിടെ. കാരണം നമ്മൾ കുറച്ച് നാളൂടെ കഴിയുമ്പോൾ വേറെ പോസ്റ്റിംഗ് വരെയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ക്വാർട്ടർ കാലിയാക്കേണ്ട സമയമാകുമ്പോഴോ ഒക്കെ നമുക്ക് പോകേണ്ട ഒരു കാര്യത്തിൽ ഉറപ്പാണ്, നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും കൂടി ആ ഒരു സമയം നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലായിട്ട് തന്നെ കാണും നമ്മുടെ ലൈഫിൽ. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡും അന്നത്തെ രാത്രിയിലത്തെ ഫുഡും എല്ലാം അവിടെ നിന്നായിരിക്കുമേ. പിന്നെ അടുത്ത ആഴ്ച ആർക്ക് പണി കൊടുക്കാം, ആരുടെ ക്വാർട്ടറിലായിരിക്കും പാർട്ടി എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത ഡിസ്കസ്. അപ്പോൾ ഓക്കെ.